ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് എപ്പോഴും നമ്മൾ കേൾക്കലുണ്ട്, യത്ബഉൽ മയ്യിത്ത സലാസ, ഒരു ജനാസിന്റെ കൂടെ 3 എണ്ണം വരുന്നതാണ്. ഫയർജിഉ ഇസ്നാനി വയബ്ക മഅഹു വാഹിദ്, 2 എണ്ണം മടങ്ങിപ്പോരും, 1 അവിടെ തന്നെ നിൽക്കും. എത്ര സമയം കഴിഞ്ഞാലും തിരിച്ചു പോരാതെ അയാളോടൊപ്പം നിൽക്കും. യത്ബഉഹു അഹ്ലുഹു വമാലുഹു വഅമലുഹു, അവന്റെ ബന്ധുക്കളുണ്ടാവും. എവിടെയെങ്കിലും ഒരു കുടുംബക്കാരുണ്ടെങ്കിൽ മരിച്ചാൽ ഓടി വരും. അവനെ കാത്ത് 24-28 മണിക്കൂറൊക്കെ മയ്യത്ത് വെക്കും. വമാലുഹു, അവൻ വലിയ മുതലാളിയാണെങ്കിൽ ജനാസയാണെങ്കിൽ പോലും അവിടുത്തെ പാർക്കിങ്ങിലേക്ക് നോക്കിയാൽ അവൻ അത്യാവശ്യം സമൂഹത്തിൽ സമ്പത്തുള്ളവനായിരുന്നു എന്ന് അവന്റെ പള്ളിക്ക് മുന്നിൽ പാർക്ക് ചെയ്ത വാഹനങ്ങൾ കണ്ടാൽ മനസ്സിലാവും. വഅമലുഹു, അവന്റെ പ്രവർത്തനങ്ങളും ഉണ്ടാവും. പക്ഷേ ഫയർജിഉ അഹ്ലുഹു വമാലുഹു, അവന്റെ ബന്ധുക്കളും അവന്റെ സ്വത്തും തിരിച്ചു പോരും. വയബ്കാ അമലുഹു, അവന്റെ പ്രവർത്തനങ്ങൾ അവിടെ ബാക്കിയാകുമെന്നാണ്. അപ്പൊ നമ്മൾ സ്നേഹിക്കേണ്ടത് ആരെയാണ്? എത്ര തിരക്കും എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ഖബർക്ക് ഉപകാരപ്പെടുന്ന നന്മകളെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈറിൻ തജിദുഹു ഇൻദല്ലാഹ്, നിങ്ങൾ എന്ത് നന്മ ചെയ്താലും അത് നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ട്.